അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സാമ്പത്തിക ശാസ്ത്രം എന്ന സബ്ജക്റ്റിലെ മൂന്നാമത്തെ ഭാഗമാണ് നോക്കുന്നത്. ഇന്ന് നമ്മൾ ഗാന്ധിജി, PC മഹലനോബിസ് മുതലായവരുടെ സാമ്പത്തിക ശാസ്ത്രത്തിലേക്കുള്ള ചില സംഭാവനകളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അതുപോലെ നമ്മൾ എടുക്കുന്ന എല്ലാ വീഡിയോകളിലും ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാകുന്നതാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഏതായാലും വീഡിയോ ഇട്ട് പോവാം. അപ്പോൾ നമുക്ക് ആദ്യം പറയാം ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെയാണ്. കാർഷിക ഗ്രാമവികസനം. ഓക്കെ, ഈ ഗ്രാമം എന്നൊക്കെ കേൾക്കുമ്പോൾ മിക്കതും ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്, ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, അപ്പം കാർഷിക ഗ്രാമവികസനം എന്താണ് സംഭവം? ഗ്രാമത്തെ അടിസ്ഥാനമാക്കി സ്വയം പര്യാപ്തമായ സമ്പദ് വ്യവസ്ഥയെ ഗാന്ധിജി മുൻനിർത്തി. എന്താണ്? ഗ്രാമത്തെ അടിസ്ഥാനമാക്കി സ്വയം പര്യാപ്തമായ സമ്പദ് വ്യവസ്ഥയെ ഗാന്ധിജി മുൻനിർത്തി. അതെന്തൊക്കെയെന്നാണ് നമ്മൾ പറയുന്നത്. അതിൽ ഏറ്റവും ആദ്യത്തെ തന്നെ എന്താണ്? കുടിൽ ചെറുകിട വ്യവസായങ്ങൾ. ഓക്കെ, കുടിൽ ചെറുകിട വ്യവസായങ്ങൾ. ഇപ്പോൾ ചെറുകിട വ്യവസായങ്ങളൊക്കെ നമുക്കറിയില്ല. ഇപ്പോൾ ബീഡി അതുപോലുള്ള ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെയാണ്. അപ്പോൾ ചെറുകിട വ്യവസായങ്ങൾ. ഉദാഹരണം, വലിയ വ്യവസായങ്ങളെക്കാൾ ചെറുകിട ഉൽപ്പാദന രീതികൾക്ക് പ്രാധാന്യം നൽകി. ഓക്കെ, എന്താണ്? വലിയ വ്യവസായങ്ങളെക്കാൾ ചെറുകിട ഉൽപ്പാദന രീതികൾക്ക് പ്രാധാന്യം നൽകി അതിൽ നിന്ന് സമ്പത്തുണ്ടാക്കുന്ന ചില കാര്യങ്ങളൊക്കെ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടിൽ പെട്ടതാണ്. ഓക്കെ, എന്താണ്? വലിയ വ്യവസായങ്ങളെക്കാൾ ചെറുകിട ഉൽപ്പാദന രീതികൾക്ക് പ്രാധാന്യം നൽകി. പിന്നെന്താണ്? സമത്വത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ. ഓക്കെ, സമത്വത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ. അതെന്താണ്? സമത്വവും നീതിയും മുൻനിർത്തിയ സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യം വെച്ചു. ഓക്കെ, സമത്വവും നീതിയും മുൻനിർത്തിയ സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യം വെച്ചു. ഇതൊക്കെ ഗാന്ധിജിയുടെ കാഴ്ചപ്പാടുകളാണ്. എന്താണ്? സമത്വം, എല്ലാവർക്കും തുല്യത വേണം അല്ലേ, എല്ലാവർക്കും നീതിയും വേണം. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുൻനിർത്തിക്കൊണ്ടുള്ള സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യം വെച്ചതാണ് എന്ത്? സമത്വം അധിഷ്ഠിത സമ്പദ് വ്യവസ്ഥ. അടുത്തതാണ് സ്വാശ്രയ സാമ്പത്തിക മാതൃക. എന്താണ് സംഭവം? പ്രാദേശിക തലത്തിൽ തന്നെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. അതാണ് സ്വാശ്രയ സാമ്പത്തിക മാതൃക. എന്താണ് സംഭവം? ഒന്നുകൂടെ പറയാം. പ്രാദേശിക തലത്തിൽ തന്നെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. ആര്? ഗാന്ധിജി. ഓക്കെ, ഇനി അടുത്തത് പറയുന്നു, ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സാമ്പത്തിക ശാസ്ത്രജ്ഞർ ആരൊക്കെയാണ് ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ ആരൊക്കെയാണ്? ഒന്ന്, JC കുമരപ്പ, പിന്നെ ശ്രീമാൻ നാരായൺ അഗർവാൾ, പിന്നെ ധരംപാൽ. ഓക്കെ, ആരൊക്കെയാണ്? JC കുമരപ്പ, ശ്രീമാൻ നാരായൺ അഗർവാൾ, ധരംപാൽ. ഇവരൊക്കെയാണ് ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാർ. അപ്പോൾ നമുക്ക് എല്ലാം ഒന്നും കൂടി നാളെ നോക്കാം. അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ എന്തൊക്കെയാണ്? കാർഷിക ഗ്രാമവികസനം. എന്താണ് ഉദ്ദേശിച്ചത്? ഗ്രാമത്തെ അടിസ്ഥാനമാക്കി സ്വയം പര്യാപ്തമായ സമ്പദ് വ്യവസ്ഥയെ ഗാന്ധിജി മുൻനിർത്തി. ഓക്കെ, ഈ ഗ്രാമം എന്ന് കേൾക്കുന്നത് മിക്കതും ഗാന്ധിജിയായിട്ട് ബന്ധപ്പെട്ടാണ്. ഓക്കെ, പിന്നെ എന്തൊക്കെയാണ് അതിൽ പറയുന്നത്? കുടിൽ ചെറുകിട വ്യവസായങ്ങൾ. ഓക്കെ, എന്താണ് സംഭവം? വലിയ വ്യവസായങ്ങളെക്കാൾ ചെറുകിട ഉൽപ്പാദന രീതികൾക്ക് പ്രാധാന്യം നൽകി. എന്താണ്? വലിയ വ്യവസായങ്ങളെക്കാൾ ചെറുകിട ഉൽപ്പാദന രീതികൾക്ക് പ്രാധാന്യം നൽകി. അതുപോലെ തന്നെ സമത്വത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ. എന്താണ് സംഭവം? സമത്വവും നീതിയും മുൻനിർത്തിയ സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യം വെച്ചു. പിന്നെന്താ പറഞ്ഞത്? സ്വാശ്രയ സാമ്പത്തിക മാതൃക. എന്താണ് സംഭവം? പ്രാദേശിക തലത്തിൽ തന്നെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പിന്നെ ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സാമ്പത്തിക ശാസ്ത്രജ്ഞരാണ് JC കുമരപ്പ, ശ്രീമാൻ നാരായൺ അഗർവാൾ, ധരംപാൽ മുതലായവർ. ഇനി എക്കണോമിക്സിൽ PC മഹലനോബിസിൻ്റെ സംഭാവനകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ PC മഹലനോബിസിനെ പറ്റി പഠിക്കാം. പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ്. ഒന്ന്, ദേശീയ വരുമാന കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് PC മഹലനോബിസ്. എന്തിനാണ്? ദേശീയ വരുമാന കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? PC മഹലനോബിസ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ആര്? PC മഹലനോബിസ്. എന്തൊക്കെയാണ്? ദേശീയ വരുമാന കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് PC മഹലനോബിസ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തിമാരാണ്? PC മഹലനോബിസ് ആണ്. ഇനി പറയുന്നു, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചു. ഓക്കെ, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് ആരാണ്? PC മഹലനോബിസ് ആണ്. നമ്മൾ പറഞ്ഞല്ലോ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. അതുപോലെ തന്നെ ആധുനിക ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും ആരാണ്? PC മഹലനോബിസ് ആണ്. ഓക്കെ, അപ്പോൾ PC മഹലനോബിസ് ആണ് ആധുനിക ഇന്ത്യൻ ബജറ്റിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നതും. ഓക്കെ, അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്നതും ആരാണ്? PC മഹലനോബിസ് ആണ്. അതുപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതും എന്ന് വിളിക്കപ്പെടുന്നതും ആരെയാണ്? PC മഹലനോബിസിനെ തന്നെയാണ്. ഓക്കെ, രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടുന്നതും PC മഹലനോബിസിനെ തന്നെയാണ്. നമ്മൾ പറഞ്ഞല്ലോ
ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പി സി മഹലനോബിസ് ആണെന്ന്. ഓക്കെ, ഈ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം 1931 ഡിസംബർ 17-നാണ്. ഓക്കെ, 1931 ഡിസംബർ 17-നാണ് ഈ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൊൽക്കത്തയാണ്. ഓക്കെ, കൊൽക്കത്ത. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1931 ഡിസംബർ 17-നാണ്. അതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയാണ്. ഇനി ചില പ്രധാന ദിവസങ്ങളാണ്. അതിൽ ആദ്യം തന്നെ പറയുന്നു ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്നറിയപ്പെടുന്നത് ജൂൺ 29 അത് മഹലനോബിസിൻ്റെ ജന്മദിനമാണ്. ഓക്കെ, പി സി മഹലനോബിസിൻ്റെ ജന്മദിനമായ ജൂൺ 29 ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത്. എന്താണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് ആചരിക്കുന്നത്? ജൂൺ 29 അത് പി സി മഹലനോബിസിൻ്റെ ജന്മദിനമാണ്. ഇനി പി സി മഹലനോബിസിൻ്റെ ഒരു പ്രസിദ്ധീകരണമുണ്ട്. എന്താണ്? സംഖ്യ എന്ന ശാസ്ത്രീയ ജേണൽ ആരംഭിച്ചതും ആരാണ്? പി സി മഹലനോബിസ് ആണ്. ഓക്കെ, എന്താണ് സംഖ്യ എന്ന ശാസ്ത്രീയ ജേണൽ ആരംഭിച്ചത് ആരാണ്? പി സി മഹലനോബിസ് ആണ്. അപ്പോൾ നമുക്ക് പി സി മഹലനോബിസ് ഒന്നുകൂടെ നോക്കാം. പി സി മഹലനോബിസ് ഓക്കെ, പ്രധാനപ്പെട്ട നേട്ടങ്ങളാണ് പറയുന്നത്. ദേശീയ വരുമാന കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? പി സി മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പി സി മഹലനോബിസ് ആണ്. ആധുനിക ഇന്ത്യൻ ബജറ്റിന്റെ പിതാവെന്നും വിശേഷിക്കപ്പെടുന്നു. അതുപോലെ തന്നെ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവെന്നും വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായത് 1931 ഡിസംബർ 17-നാണ്. അതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിലാണ്. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നത് പി സി മഹലനോബിസിൻ്റെ ജന്മദിനമായ ജൂൺ 29-നാണ്. എപ്പോഴാണ്? ജൂൺ 29. പി സി മഹലനോബിസിൻ്റെ ഒരു ജേണലുണ്ട്, അതിൻ്റെ പേരാണ് സംഖ്യ. ഓക്കെ, സംഖ്യ എന്ന ശാസ്ത്രീയ ജേണൽ ആരംഭിച്ചത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പി സി മഹലനോബിസ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്ന് പഠിച്ച ഗാന്ധിജിയും പി സി മഹലനോബിസും എല്ലാം ഒന്നും കൂടെ നമുക്ക് നോക്കാം. അപ്പോൾ എല്ലാവരും ഒന്ന് കണ്ണടച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ഗാന്ധിജിയുടെ സാമ്പത്തിക ചിന്തകൾ. ഓക്കെ, കാർഷിക ഗ്രാമ വികസനം. ഗ്രാമത്തെ അടിസ്ഥാനമാക്കി സ്വയം പര്യാപ്തമായ സമ്പദ് വ്യവസ്ഥയെ ഗാന്ധിജി മുൻനിർത്തി. ഓക്കെ, അതെന്തൊക്കെയാണ് ഗ്രാമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളത്? ഒന്നാമത്തെ കാര്യമാണ് കുടിൽ ചെറുകിട വ്യവസായങ്ങൾ. ഓക്കെ, എന്താണ്? വലിയ വ്യവസായങ്ങളെക്കാൾ ചെറുകിട ഉൽപ്പാദന രീതികൾക്ക് പ്രാധാന്യം നൽകി. വലിയ വ്യവസായങ്ങളെക്കാൾ ചെറുകിട ഉൽപ്പാദന രീതികൾക്ക് പ്രാധാന്യം നൽകി. പിന്നെന്താണ്? സമത്വത്തിൽ അധിഷ്ഠിതമായ സമ്പദ് വ്യവസ്ഥ. ഓക്കെ, എന്താണ് സംഭവം? സമത്വവും നീതിയും മുൻനിർത്തിയ സമ്പദ് വ്യവസ്ഥയെ ലക്ഷ്യം വെച്ചു. പിന്നെ സ്വാശ്രയ സാമ്പത്തിക മാതൃക. എന്താണ് സംഭവം? പ്രാദേശിക തലത്തിൽ തന്നെ ആവശ്യങ്ങൾ നിറവേറ്റുന്ന രീതിയെ ഗാന്ധിജി പ്രോത്സാഹിപ്പിച്ചു. പിന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? ഗാന്ധിജിയുടെ ആശയങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട സാമ്പത്തിക ശാസ്ത്രജ്ഞന്മാരാണ്. അതാരൊക്കെയാണ്? ജെ.സി. കുമരപ്പ, ശ്രീമാൻ നാരായൺ അഗർവാൾ, ധരംപാൽ മുതലായവരാണ് ആ വ്യക്തികൾ. പിന്നെ അവസാനം നമ്മൾ പറഞ്ഞ പി സി മഹലനോബിസ് ആണ്. എന്താണ്? ദേശീയ വരുമാന കമ്മിറ്റിയുടെ രൂപീകരണത്തിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് പി സി മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നതാണ് പി സി മഹലനോബിസ്. ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിച്ചത് പി സി മഹലനോബിസ് ആണ്. അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവെന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ആധുനിക ഇന്ത്യൻ ബജറ്റിന്റെ പിതാവെന്നും വിശേഷിക്കപ്പെടുന്നു. രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവെന്നും വിളിക്കപ്പെടുന്നു. അതുപോലെ തന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിതമായ വർഷം എപ്പോഴാണ്? 1931 ഡിസംബർ 17-നാണ്. അതിൻ്റെ ആസ്ഥാനം കൊൽക്കത്തയിലാണ്. പിന്നെ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ 29 അത് പി സി മഹലനോബിസിൻ്റെ ജന്മദിനമാണ്. പിന്നെ സംഖ്യ എന്ന ശാസ്ത്രീയ ജേണൽ ആരംഭിച്ചത് മഹലനോബിസ് ആണ്. എന്താണ്? സംഖ്യ എന്ന ശാസ്ത്രീയ ജേണൽ ആരംഭിച്ചത് മഹലനോബിസ് ആണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിച്ചത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ എടുക്കുന്ന എല്ലാ വീഡിയോകളുടെയും ഫ്രീ PDF നിങ്ങൾക്ക് ടെലഗ്രാം ചാനലിലൂടെ ലഭ്യമാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.